ഒപ്പം ഉമ്മൻചാണ്ടി സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ള എന്താ പറയാ വികസനത്തിന്റെ കാര്യത്തിൽ ഉള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞു തരും. ഈ കേരള കോൺഗ്രസ് എമ്മിനോട് എന്താ പറയാനുള്ളത്? അല്ല, അവരുടെ നേതാവിനെ കുറിച്ച് CPM നേതാവ് പറഞ്ഞത് ചാകാത്ത പുഴു കെടാത്ത തീയും ഉള്ള സ്ഥലത്താണ് KM മാണി സാറ് പോകുന്ന പറഞ്ഞ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പൊ അവരാ കിടക്കുന്നത് ഓർത്താ മതി. ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ടോ ഈ ഘട്ടത്തില്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തായാലും കേരള കോൺഗ്രസ് പോലും ഇല്ലാതെ വലിയ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോട്ടയത്ത് UDF ഉള്ളത്. പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലടക്കം കഴിഞ്ഞ തവണ 2 പഞ്ചായത്ത് മാത്രമാണ് UDF-നൊപ്പം നിന്നതെങ്കിൽ ഇത്തവണ വലിയ വിജയം UDF-ന് ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ പ്രകടനമാണ് നടക്കുന്നത്. വലിയ സന്തോഷത്തിൽ ചാണ്ടി ഉമ്മൻ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായ തിരിച്ചടിയിൽ പോലും ചാണ്ടി ഉമ്മൻ നടത്തിയ പരാമർശം, KM മാണിയെ ഈ തരത്തിൽ പരാമർശം നടത്തിയ പാർട്ടിക്കൊപ്പം KM മാണിയുടെ പാർട്ടി പോയതിൽ തിരിച്ച് വിളിക്കുമോ എന്നുള്ളതിന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നൊരൊറ്റ വാക്കിൽ ചാണ്ടി ഉമ്മൻ ആ മറുപടി ചുരുക്കുകയാണ്. തീർച്ചയായും അവിടെ അപർണ, വീണ്ടും നമ്മൾ തലസ്ഥാനത്തേക്ക് കണ്ണുകൾ കൂർപ്പിക്കുന്നു, കാതുകൾ കൂർപ്പിക്കുന്നു. എന്താണ് തിരുവനന്തപുരത്തിന് പറയാനുള്ളത് എന്നതാണ് കേരളം ഇനി കേൾക്കാൻ പോകുന്നത്. അവിടെയാണ് ആ തെരഞ്ഞെടുപ്പ് ഗോതയിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടുതൽ ഫോക്കസ് ചെയ്ത തിരുവനന്തപുരം. അവിടെയാണ് VD സതീശനും പിണറായി വിജയനെയും ഗോതയിൽ മലർത്തിയടിച്ചോ ഈ ചന്ദ്രശേഖരൻ എന്നത്, രാജീവ് ചന്ദ്രശേഖരൻ എന്നത് നമുക്കറിയേണ്ടത്. അങ്ങനെ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് NDA കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തലസ്ഥാനം പിടിക്കാൻ ഉറപ്പിച്ച് കച്ചകെട്ടി ഇറങ്ങിയ NDA എത്തുന്നു. ഈ മിനിറ്റിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് BJPക്കെതിരെ കോർപ്പറേഷൻ പിടിക്കാതിരിക്കാൻ LDF-ഉം UDF-ഉം കൈകോർക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. KPCC നേതൃത്വം പോലും തള്ളിക്കളയാത്തൊരു സാധ്യത. അത് എല്ലാ സീറ്റ് കണക്കുകളും വരട്ടെ എന്നിട്ടൊക്കെ പരിശോധിച്ചു പറയാമെന്നും കൂടി പറഞ്ഞിട്ടാണ് സണ്ണി ജോസഫ് പോയിരിക്കുന്നത്. യെസ്, അപ്പോൾ പോലും ആ കണക്കുകൾ ഒക്കുന്നുണ്ടോ എന്നതിന്റെ സംശയമുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചിരുന്നാൽ പോലും അധികാര കസേരയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ഭൂരിപക്ഷമുണ്ടോ? അതിനപ്പുറത്ത് സ്വതന്ത്രരായി മത്സരിച്ചവരടക്കം ഇത്തവണ നിർണായകമാകുമോ എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. തിരുവനന്തപുരത്ത് നെഞ്ചിടിപ്പേറുന്നുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് പറയേണ്ടതായി വരും. തല നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമായാൽ സംഭവിക്കാൻ പോകുന്നത് എന്തെല്ലാം പ്രകടനങ്ങളായിരുന്നു, എന്തെല്ലാം നേട്ടങ്ങളായിരുന്നു ഉയർത്തി കാണിച്ചത്. പ്രത്യേകിച്ച് മേയർ ആര്യ രാജേന്ദ്രനെ തേടിയെത്തിയ അന്താരാഷ്ട്ര ബഹുമതികൾ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചപ്പോൾ അതൊന്നും അന്താരാഷ്ട്ര ബഹുമതികളായിരുന്നില്ല എന്നും വിലയ്ക്ക് വാങ്ങിയ ബഹുമതികളായിരുന്നുവെന്നും തിരിച്ചടിക്കുകയായിരുന്നു BJP. അവിടെയാണ് ഈ നേട്ടം ചരിത്രമായി മാറുമോ എന്നത് നമ്മൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെ തലസ്ഥാന നഗരം താമരക്കുമ്പിളിലേക്ക് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടതായി വരുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. BJP ഭരിക്കുന്ന കോർപ്പറേഷനിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം, പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടി, വലിയ വിഷയം. ഇതിനകത്ത് BJP നടത്തിയ പ്രകടനത്തിനപ്പുറത്തേക്ക് UDF-ഉം മുട്ടടയിലടക്കം ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ LDF-ന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ആ വാർഡൊക്കെ LDF-ൽ നിന്ന് UDF പിടിച്ചെടുക്കുമ്പോൾ LDF-ന് അവിടെ മുതൽ AKG സെന്റർ ഇരിക്കുന്ന ആ വാർഡ് വരെ കാലിടറിയത് എങ്ങനെയാണെന്ന് പറയാനുള്ള ബാധ്യത ഈ തലസ്ഥാന നഗരിയിലുള്ള മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങോട്ട് മന്ത്രിമാർക്കെല്ലാം ഉണ്ടാകും. എന്ത് നടത്തും, എങ്ങനെ പ്രതികരിക്കും? അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് പറഞ്ഞ് നേരത്തെ ജോസ് കെ മാണി പറഞ്ഞ അത്തരം ഒഴുക്കൻ മറുപടികൾ പറയുമോ ഇടതുപക്ഷം എന്നുള്ളത് ചോദ്യമാണ്. യെസ്, രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവിടെ സ്വീകരിക്കാൻ മേയർ കുപ്പായം ഇട്ടുകൊണ്ടൊരു BJP നേതാവ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJP NDA ആ BJP ഇതാ താമരക്കുമ്പിളിലേക്ക് തിരുവനന്തപുരത്ത് എത്തിക്കുന്നു എന്നത് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. 6 കോർപ്പറേഷനുകളിൽ 5 കോർപ്പറേഷനുകൾക്കും അപ്പുറത്തുള്ള പ്രാധാന്യം തിരുവനന്തപുരം എന്ന കോർപ്പറേഷൻ കൈവരുമ്പോൾ അവിടെയാണ് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് BJP അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി കേവലം 2 സീറ്റുകളിൽ മുന്നേറാൻ സാധിച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ആ ഫിനിഷിംഗ് പോയിന്റ് മറികടന്നു എന്ന ചരിത്ര നേട്ടം അവകാശപ്പെടാൻ സാധിക്കുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി തങ്ങൾ തന്നെ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് BJP. അപ്പോഴും BJPക്ക് ഭരണത്തിലേറാൻ സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അവർ പറയുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ BJPയുടെ മേയർ തിരുവനന്തപുരത്ത് കാത്തിരിക്കുമോ എന്ന് നമുക്ക് കാണാം. അതിന്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.
പറയുന്നത്. LDF വീണ്ടും ഒരു തിരിച്ചടി ഉണ്ട്. കോഴിക്കോട് ഇഞ്ചോടിഞ്ച് LDF മുന്നിൽ നിന്നു ലീഡ് നേടിയെങ്കിൽ പോലും തനിച്ചു ഭൂരിപക്ഷം ഉണ്ടാകില്ല കോഴിക്കോട് എന്നുള്ളൊരു വാർത്ത കൂടെ വരുന്നു. 29 LDF, UDF 24, അവിടെ NDA 12 ആണ്. അപ്പോൾ കോഴിക്കോട് കിട്ടിയിട്ടും കയ്യിൽ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. അതെ, കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ വരുന്നു. നടക്കാവ് സ്കൂളിന് മുന്നിൽ BJP CPM പ്രവർത്തകർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്ന സാഹചര്യം കൂടി വരികയാണ്. അതായത് എവിടെയാണ് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നത് LDF ഇനി ബാക്കിയുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ്. അഭിലാഷ്, അവിടെ നിന്നൊന്ന് എണ്ണി നോക്കൂ. യെസ്, ഞാൻ തിരുവനന്തപുരം തന്നെ. ഒരുപക്ഷെ അപർണ, ഇനിയിപ്പോൾ മറ്റു കോർപ്പറേഷനുകൾക്കപ്പുറത്ത് തിരുവനന്തപുരം തന്നെയാണ് ശ്രദ്ധാകേന്ദ്രമെന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതായി വരുന്നു. കാരണം മറ്റുള്ള ഇടങ്ങളിൽ, അതിപ്പോൾ കൊച്ചിയാകട്ടെ, തൃശ്ശൂരാകട്ടെ, കോഴിക്കോടാകട്ടെ, കണ്ണൂരാകട്ടെ, ഏതാണ്ട് ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. കൊല്ലത്തെ അട്ടിമറിയും നമ്മൾ കണ്ടതാണ്. പക്ഷേ നമുക്കറിയേണ്ടത് ഇനി BJP ഹാഫ് സെഞ്ചുറിയിലേക്ക് പോകുന്നുണ്ടോ എന്നതാണ്. ഒരേ ഒരു റൺ മാത്രം മതി ഇനി അർദ്ധ സെഞ്ചുറി തികയ്ക്കാൻ. അത് തികയ്ക്കുന്നോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എല്ലാ കണ്ണുകളും തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. 49 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. LDF ആകട്ടെ 25 സീറ്റുകളിൽ. LDFന് NDAക്കുള്ളതിന്റെ പകുതി സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. UDFന് 18 സീറ്റുകൾ. അപ്പോൾ പോലും മറുഭാഗത്ത് ഒരുമിച്ചിരുന്നാൽ പോലും ഭരണത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സംഖ്യയിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി തിരുവനന്തപുരത്ത് മാറ്റുന്നത്. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നെഞ്ചിടിപ്പേറ്റുന്ന നിമിഷങ്ങളാണ്. ഇനിയും സീറ്റുകൾ എണ്ണിത്തിട്ടപ്പെടുത്താനുണ്ട്. ഇനിയും ഡിവിഷനുകളുടെ ഫലം അറിയാനുണ്ട്. അവിടെ BJPക്ക് അനുകൂലമാകുന്ന ഡിവിഷനുകളിൽ ആണ് ഫലം വരാനുള്ളത് എങ്കിൽ ചരിത്രം പിറക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. എന്തു തന്നെയാണ് എങ്കിലും ഈ ഘട്ടത്തിൽ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം തന്നെയാണ്. നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ നിരവധി നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് ഒരു അംഗത്തെ അയച്ച നിയമം ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ആണ് ഈ കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്നത്. തിരുവനന്തപുരവും നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കോവളവും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ ഉള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ ഇത്തവണ പിടിക്കുമോ BJP? നമുക്കറിയാം, നിമിഷങ്ങൾക്കകം വരുന്ന ഡിവിഷനുകളുടെ ഫലം കൂടി പുറത്തു വരുമ്പോൾ അവിടെ അറിയാൻ സാധിക്കും ഇത്തവണ BJPയുടെ സ്വപ്നം സഫലമാകുമോ എന്ന് പറഞ്ഞ. തീർച്ചയായിട്ടും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇടതുപക്ഷത്തിന്റെ ക്ഷീണം മൂന്നാമത് വരും എന്ന് ഉള്ള ആ മൂന്നാം LDF സർക്കാർ എന്നുള്ള ആ സ്വപ്നങ്ങളൊക്കെ തകരുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനകളെല്ലാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തരികയാണോ എന്നുള്ള വലിയ ചോദ്യം. UDF ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റം, LDFൽ നിന്ന് UDF തിരിച്ചുപിടിക്കുന്ന സീറ്റുകൾ, അതിനിടയിൽ പ്രബലമായിട്ടുള്ള കക്ഷിയായിട്ട് BJP വരുന്നു. തലസ്ഥാനത്ത് NDA പിടിച്ചെടുക്കുന്നു, പാലക്കാട് നിലനിർത്തുന്നു. അങ്ങനെ BJP പ്രബല കക്ഷിയായി വരുമ്പോഴും ഉത്തരം പറയേണ്ട ബാധ്യത ഭരണപക്ഷത്തിന് വരുന്നു എന്നുള്ളതാണ്. UDF ത്രിതല പഞ്ചായത്തിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അങ്ങനെ എല്ലാ സ്ഥലത്തും UDF വലിയ തരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കണക്ക് കൂടിയാണ് കാണുന്നത്. അപ്രതീക്ഷിത നേട്ടം കൂടിയായി BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പ്രതീക്ഷ